ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എംബഡഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് വളരെ വിശദമായി സംസാരിച്ചു. നിങ്ങൾക്കത് എത്തിക്കാറ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ 2-3 ദിവസമായല്ലോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട്. നിങ്ങളത് എത്രമാത്രം നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് സിസ്റ്റം എന്താണെന്നുള്ളതാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നിച്ച് ഒറ്റ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ ഈ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാച്ച്, മൊബൈൽ ഫോൺ എല്ലാം സംസാരിച്ചു. അവിടെ വാച്ചിൻ്റെ പല ചെറിയ ഭാഗങ്ങൾ ചേർന്ന് ഒരു ക്വാർട്സ് ഇലക്ട്രോണിക്സ് വാച്ച്, അതിൻ്റെ ചെറിയ കമ്പോണൻസ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതൊരു സമയം കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നത്, അല്ലേ? അതൊരു സിസ്റ്റമാണ്. അതുപോലെ മൊബൈൽ ഫോൺ പല ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഭാഗമായിട്ടാണ് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ സംസാരിച്ചു. ഡൊമസ്റ്റിക് അപ്ലയൻസസിലെ മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, റിമോട്ട് കൺട്രോൾ, ഈ 3 കാര്യങ്ങളെ നമുക്ക് ആ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് വളരെ വിശദമായി അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലേ? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നതിനെ 3 കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ 3 പോയിന്റുകളിലേക്ക് നമുക്കത് ചുരുക്കി നമുക്കത് സംസാരിക്കാം, അല്ലേ? എന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രാംഡ് ഡിവൈസ്. എന്താണ് ഇതിന്? മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ജീവനുള്ള സംഗതിയാണോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പ്രാപ്തരാക്കി തീർക്കാനായിട്ട് ജീവനില്ലാത്ത ഒരു മൈക്രോ കൺട്രോളറിനെ നമുക്ക് എന്ത് ചെയ്യണം? നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ നിർദ്ദേശങ്ങളെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഡിജിറ്റലിൻ്റെ ഭാഷയിൽ ആ ഇൻസ്ട്രക്ഷൻസിനെ ചേർന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഒരു ഹാർഡ്വെയറിലേക്ക് എംബഡ് ചെയ്യുന്നത്. ഇങ്ങനെ എംബഡ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫേംവെയർ എന്ന് പറയുന്നു, അല്ലേ? ഹാർഡ്വെയറിലേക്ക് എംബഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ഫേംവെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഫേംവെയർ എംബഡ് ചെയ്തിട്ടുള്ള ഈ ഡിവൈസസിനെയാണ് പ്രോഗ്രാംഡ് ഡിവൈസ്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ്? മൈക്രോ കൺട്രോളർ ഈസ് എ പ്രോഗ്രാം ഡിവൈസ്. അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ജനറൽ പർപ്പസ്. ഇറ്റ് ഈസ് ഓൺലി യൂസ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എംബഡഡ് സിസ്റ്റം. അടുത്തത് 3ാമത്തെ പോയിന്റ് എന്താണ്? എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടൈം ബേസ്ഡ് സിസ്റ്റമാണ്, അല്ലേ? ഒരു കൃത്യനിഷ്ഠതയോട് കൂടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന കാര്യം പ്രവർത്തിക്കണം എന്ന് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ കൃത്യതയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് എംബഡഡ് സിസ്റ്റം. അപ്പോൾ എംബഡഡ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇറ്റ്സ് എ പ്രോഗ്രാം ഡിവൈസ് യൂസ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ഓർ പർട്ടിക്കുലർ പർപ്പസ് ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ബേസ്ഡ് സിസ്റ്റം. യൂസ് ഫോർ ടൈം ബേസ്ഡ് വർക്കിംഗ് എന്ന് നമുക്ക് എഴുതാം, അല്ലേ? എന്തുകൊണ്ടാണ് ഈ എംബഡഡ് സിസ്റ്റം പോപ്പുലർ ആയത്? നമുക്കറിയാം. ഇപ്പോൾ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, ഒരു വാഷിംഗ് മെഷീനിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭയങ്കര കോസ്റ്റ്ലിയാണ്, അല്ലേ? ഒരു വാഷിംഗ് മെഷീൻ്റെ കോസ്റ്റ് വരും നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കാനായിട്ട്. അപ്പം നമുക്ക് അവിടെയുള്ള കാര്യങ്ങളിൽ ചെറിയ ആപ്ലിക്കേഷൻസിൽ നമുക്ക് എപ്പോഴും ഫീസിബിൾ ആയിട്ടുള്ളത് എംബഡഡ് സിസ്റ്റം തന്നെയാണ്. അപ്പം കമ്പോണൻസിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കും. രണ്ടാമത് നമ്മളത് പറഞ്ഞു, കമ്പോണൻസിൻ്റെ എണ്ണം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ കമ്പോണൻസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് വേറൊരു പോയിന്റ് എന്താണ്? പവർ കൺസംഷൻ കുറവായിരിക്കും. അതുപോലെ ഈ സംഗതി ചെറുതായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റത്തിൽ എന്തുമാത്രം കമ്പോണൻസ് ഉണ്ടാകുന്നു അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റിപ്പയറിങ്. ആ റിപ്പയറിങ്ങിന് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ച് എത്രമാത്രം കമ്പോണൻസ് അധികം വരുന്നു അതിൻ്റെ അനുസരിച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെയാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ feasibility. Why embedded system is more popular than microprocessor.
അല്ലെങ്കിൽ ജനറൽ പർപ്പസ് സിസ്റ്റം. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓഫീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിന്റർ, കീബോർഡ്, മൗസ്, ഇതെല്ലാം എംബഡഡ് സിസ്റ്റത്തിൽ വരും. അതുപോലെ TV, CD പ്ലെയർ, വീട്ടിലെ ഉപയോഗിക്കുന്ന CCTV, വാഷിംഗ് മെഷീൻ എല്ലാം എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുന്നു അല്ലേ. അപ്പൊ അടുത്ത് നമ്മൾ സംസാരിച്ചത് ഒരു എംബഡഡ് സിസ്റ്റം എന്തുകൊണ്ട് കോമ്പാക്റ്റ് ആയി എന്നുള്ളതാണ് അല്ലേ. അത് എന്തുകൊണ്ടാണ്? ഒരു ജനറൽ പർപ്പസ് സിസ്റ്റത്തിൽ നമ്മളൊരു ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റം വെക്കുന്നതും ഒരു എംബഡഡ് സിസ്റ്റത്തിൽ ഒരു ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റം, റൂം ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റം വെക്കുന്നത് നമ്മളുടെ ഒരു എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്ത് ഇത് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു സംസാരിച്ചത് അല്ലേ. ഇന്ന് നമുക്ക് അതിനെ തുടർന്ന് ഈ എംബഡഡ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കാം. എന്താണ് മൈക്രോ കൺട്രോളർ? മൈക്രോ കൺട്രോളർ നമ്മൾ സംസാരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ. മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചതാണ് അല്ലേ. എന്താണ് മൈക്രോ കൺട്രോളേഴ്സ്? മൈക്രോ കൺട്രോളേഴ്സ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് സിസ്റ്റം, എംബഡഡ് സിസ്റ്റം, അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഒരു പഠനം. ആ ജനറൽ പർപ്പസ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? മൈക്രോ പ്രോസസ്സറാണ് അല്ലേ. ആ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു CPU അതിന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. ആ CPU വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് ഈ CPU പ്രോസസ് ചെയ്യേണ്ട എല്ലാ ഡാറ്റകളും അനലോഗാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹോൾ വേൾഡ്, ഓൾ പ്രോസസ്, മെജോറിറ്റി പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നത് എന്തായിട്ടാണ്? അനലോഗായിട്ടാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു അനലോഗ് ഡാറ്റേനെ നമുക്ക് പ്രോസസ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം ഒരു CPU എന്ന് പറയുന്നത് എന്താണ്? അനലോഗാണോ? അല്ല, ഡിജിറ്റലാണ്. അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒരു അനലോഗ് ഡാറ്റയെ പ്രോസസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതാണെന്ന് അതിനൊരു ADC വേണം അല്ലെ. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വേണം. ആ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഈ അനലോഗ് ഡാറ്റേനെ ഡിജിറ്റലാക്കി മാറ്റി ഡിജിറ്റലായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ഡിജിറ്റൽ ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇതിന് തന്നെ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം? റാം വേണം, റോം വേണം, കൂടാതെ ഹാർഡ് ഡിസ്ക് പോലെയുള്ള സെക്കൻഡറി മെമ്മറി വേണം അല്ലേ. ഇതിന് വേണ്ടിയിട്ടുള്ള ഈ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ എല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? സോഫ്റ്റ്വെയർ എല്ലാം ഇരിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. അപ്പോൾ അത് സെക്കൻഡറി മെമ്മറിയാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു സിസ്റ്റം, ഒരു ജനറൽ പർപ്പസ് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു അനലോഗ് ഡാറ്റയെ ഡിജിറ്റലാക്കി മാറ്റിയതിന് വേണ്ടിയുള്ള ADC തുടർന്ന് ആ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനോട് സപ്പോർട്ടിങ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ? റാം, പിന്നെന്താണ് റോം, എന്താണ് ഈ ഹാർഡ് ഡിസ്കിലായിരിക്കുമല്ലോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ടാവുക. ആ ഹാർഡ് ഡിസ്കിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ നമുക്ക് CPU-ലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് റാമും ക്യാഷ് മെമ്മറിയൊക്കെ. അതൊക്കെ അറിയാലോ അല്ലേ. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഫേംവെയർ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റോം ചിപ്പ് വേണം. ഇതെല്ലാം കൂടെ ഇങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ അതുകൊണ്ട് മാത്രമായോ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് 2 ചിപ്പ് സെറ്റുകൾ വേണം. എന്തിനാണ്? ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോളേഴ്സ്, ഇപ്പം ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോളേഴ്സിനെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPU ആയിട്ട് നേരിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനമില്ല. അതിനെ കണക്ട് ചെയ്യുന്നതിനൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സൗത്ത് ബ്രിഡ്ജും മെമ്മറി, അതുപോലെ ഫാസ്റ്റ് ഡിവൈസസ് ആയ AGP, അഡ്വാൻസ് ഗ്രാഫിക്സ് പോർട്ട്, അതൊക്കെ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അത് ഈ CPU ആയിട്ട് ഇന്റർലിങ്ക് ചെയ്യാനായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോർത്ത് ബ്രിഡ്ജ്,
ഇങ്ങനെയുള്ള എല്ലാ ചിപ്പ് സെറ്റുകളും. ഇനി അതുകൂടാതെ സൂപ്പർ IO നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ നമുക്ക് അതാതിൻ്റെ കൺട്രോൾ സെക്ഷനിലേക്ക് തിരിച്ചു വിടുന്നതിന് ഉപയോഗിക്കുന്ന വേറൊരു IC-യാണ് സൂപ്പർ IO. ഇങ്ങനെയുള്ള എല്ലാ കമ്പോണൻസും അല്ലെങ്കിൽ എല്ലാ ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജനറൽ പർപ്പസ് സിസ്റ്റം. ആ ജനറൽ പർപ്പസ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന CPU അതിനെ നമ്മൾ പറയുന്ന പേരാണ് മൈക്രോ പ്രോസസ്സർ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇതുകൊണ്ട് തീർന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണണ്ടേ? ആ കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഡിസ്പ്ലേ വേണം. ആ ഡിസ്പ്ലേക്ക് അതിൽ കൊടുക്കുന്ന ഒരു കൺട്രോൾ കൂടിയാണ്. ഡിസ്പ്ലേ കൺട്രോൾ വഴി ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നു. അതുകൂടാതെ നമുക്കിപ്പം ആ അനലോഗ് ഡാറ്റേനെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം. എന്താ നമുക്ക് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ലേ? ആ പർപ്പസ് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാൻ്റെ സ്പീഡ് കൂട്ടണം, കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്കിവിടെ വേറൊരു കൺട്രോൾ യൂസ് ചെയ്യണം. ആ കൺട്രോൾ എന്ത് ചെയ്യുന്നു? ഈ ഫാൻ്റെ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. വേറെ ആയില്ലേ? അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മൈക്രോ പ്രോസസ്സർ ഇതേപോലെ ഒരു എംബഡഡ് സിസ്റ്റത്തിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു റൂം ടെമ്പറേച്ചർ മോണിറ്റർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആ ഒരു ആവശ്യത്തിലേക്ക് എൻ്റെ പ്രോസസ്സിങ്ങിന് നമ്മൾ ഒരു മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വേണം അതിന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ആവശ്യത്തിന് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കോമ്പോണൻസ് യൂസ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെയുള്ള ബൾക്കി ആവും, കോസ്റ്റ്ലി ആവും, കമ്പോണൻസ് കൂടുതലുണ്ടാവും, പവർ കൺസംഷൻ കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിനെയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു IC നമ്മൾ മാനുഫാക്ചർ ചെയ്തു. ആ IC-യാണ് എന്ത്? മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ ഒരു VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റർഗ്രേഷൻ കേട്ടിട്ടുണ്ടാവില്ല? VLSI ടെക്നിക്ക് നമ്മൾ ഡിജിറ്റലിൻ്റെ ആദ്യത്തെ പാർട്ടിൽ അത് നമ്മളൊന്ന് നോക്കിപ്പോയതാണ്. സ്മാൾ സ്കെയിൽ ഇൻ്റർഗ്രേഷൻ, ലാർജ് സ്കെയിൽ ഇൻ്റർഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റർഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അതിലൊരു VLSI ടെക്നിക്കിൽ ഉപയോഗിച്ച്, അതായത് ട്രാൻസിസ്റ്ററുകളുടെ എണ്ണത്തിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഈ ഓരോ ഇൻ്റർഗ്രേഷൻ വ്യത്യാസം വരുന്നത്. അപ്പോൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റർഗ്രേഷൻ ടെക്നോളജി ആർക്കിടെക്ചർ അനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു IC-യാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അപ്പം ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു CPU, ആ CPU-ന് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് തന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല, ഇത്രയും സിസ്റ്റം വേണം. പക്ഷെ ഇവിടെ മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ CPU ഉണ്ട്. CPU കൂടാതെ ഈ അനലോഗ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനായിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. പിന്നെ എന്താണ്? ഇതിൻ്റെ ടൈമെല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ടൈമേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ടൈമിംഗ് പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് ടൈമേഴ്സ് ഉണ്ട്. കൂടാതെ DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ഈ അനലോഗ് ഡാറ്റയെ ഡിജിറ്റലായിട്ടുള്ള ഡാറ്റയെ നമുക്ക് ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്തായിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്? അനലോഗ് ഡാറ്റ ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് കൂടാതെ ഏറ്റവും അത്യാവശ്യമായ RAM, അല്ലേ? ഈ ഡാറ്റ എടുത്തു വെക്കാനും ഡാറ്റേനെ അവിടെ തിരിച്ച് അവിടെ നിന്ന് എടുക്കാനൊക്കെ ആയിട്ടുള്ള RAM, പിന്നെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ROM, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരൊറ്റ ചിപ്പിലാക്കി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു VLSI ടെക്നോളജിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു IC-യാണ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും നമ്മളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് അതിന് എന്താണ്? എക്സ്റ്റേണലായിട്ട് ധാരാളം സപ്പോർട്ടുകൾ വേണം. പക്ഷെ വർക്ക് ചെയ്യുന്നതിന് മൈക്രോ കൺട്രോളറിനോ അതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇൻ്റർഗ്രേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ആവശ്യമുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ. അതായത് നമുക്കിപ്പം ഒരു ഇൻപുട്ട് ഡാറ്റ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കണം, അതിന് ഈ പറയുന്ന കൺട്രോളിങ് പ്രോസസ്സ് ചെയ്യുന്നതിന് അപ്പോൾ അതിനെന്ത് ചെയ്യണം?
അതിനെ ഒരു പിന്ന് വഴി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അപ്പം ഈ പിന്നുകൾ എല്ലാം കുറച്ച് പ്രത്യേകം ഇൻപുട്ടുകൾക്ക് മാത്രം കുറച്ച് പിന്നുകൾ, ഔട്ട്പുട്ടുകൾക്ക് മാത്രം കുറച്ച് പിന്നുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു വേർതിരിവുകളില്ല. ഇവിടെ നമുക്ക് ആ പിന്നിനെ നമുക്ക് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം, ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാം. അതിന് വേറെ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ആ പിന്നെ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ എല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഇൻപുട്ട് പിന്നിലേക്ക് നമ്മൾ സിഗ്നൽ ഇൻപുട്ട് എടുക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഔട്ട്പുട്ട് പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് പിന്ന് 33, ഇപ്പം നമ്മൾ പഠിക്കുന്ന PIC 16F877A എന്ന് പറയുന്ന IC ആണ്. IC-യിൽ 33 പിന്നുകളുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ. ആ 33 പിന്നുകൾ നമുക്ക് ഇൻപുട്ടും ആക്കാം ഔട്ട്പുട്ടും ആക്കാം. നമ്മുടെ ഇഷ്ടമാണ് ഏത് പിന്ന് ഇൻപുട്ട് ആക്കണോ ഏത് പിന്ന് ഔട്ട്പുട്ട് ആക്കണം എന്നുള്ളത്. ഓക്കെ, ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരൊറ്റ ചിപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിപ്പാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അതിനെ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് ഒരു ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. മൈക്രോ പ്രോസസ്സറിനെയും മൈക്രോ കൺട്രോളറിനെയും കമ്പയർ ചെയ്യും. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മൈക്രോ പ്രോസസ്സർ വേഴ്സസ് മൈക്രോ കൺട്രോളർ. ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെയും മൈക്രോ കൺട്രോളറിൻ്റെയും ഒരു താരതമ്യ പഠനം എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിലേക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്രയും കാര്യങ്ങൾ ഒറ്റ ചിപ്പിലാക്കി മാറ്റി ഒറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന VLSI ടെക്നോളജിയിൽ വഴി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചിപ്പാണ് മൈക്രോ കൺട്രോളർ. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ പ്രോസസ്സർ നമുക്ക് ടേബിൾ വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. മൈക്രോ കൺട്രോളർ. പിന്നെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് മൈക്രോയിനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പല ആവശ്യങ്ങൾക്കും ഫാരഡ് ഹെൻറിയൊക്കെ യൂണിറ്റുകൾ കപ്പാസിറ്റി ഇൻഡക്ടറിൻ്റെ ഒക്കെ റെപ്രസെന്റ് ചെയ്ത സമയത്ത് നമ്മൾ മൈക്രോയെ നമ്മൾ ഈ ഒരു മ്യൂ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടല്ലേ റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാം. മ്യൂ സി മ്യൂ സി. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ നമുക്ക് അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് വെക്കാം. എന്താണ് നമ്മൾ ആദ്യം പഠിച്ച ആ മൈക്രോ പ്രോസസ്സറുള്ള സിസ്റ്റത്തിന്റെ പ്രത്യേകത? മൈക്രോ പ്രോസസ്സർ IC ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞ മൈക്രോ പ്രോസസ്സർ IC-കൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു. i3, i5, കോർ ഡിയോ, ഡുവൽ കോർ പ്രോ, ഇങ്ങനെ ധാരാളം ഇന്റലിന്റെ IC-കളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അല്ലേ മൈക്രോ പ്രോസസ്സറിൽ. ഈ മൈക്രോ പ്രോസസ്സറുകൾ തന്നെ വർക്ക് ചെയ്യുമോ? നിങ്ങൾ എവിടെയാണ് മൈക്രോ പ്രോസസ്സർ ഇരിക്കുന്നത്? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതല്ലേ, മദർ ബോർഡിലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് വെച്ചിരിക്കുന്നത് അല്ലേ. മൈക്രോ പ്രോസസ്സറിന് വെച്ചിരിക്കുന്ന സോക്കറ്റ് വളരെ കെയർഫുൾ ആയിട്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു IC ആണ്. ആ IC-യിൽ നമ്മൾ എങ്ങനെയത് അതിൻ്റെ ഒരു സിഫ് സോക്കറ്റ് പോലെയുള്ള ഒരു സോക്കറ്റാണ്. അതിന് ഒരു സ്പ്രിങ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വളരെ ഫേമായിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന മാർക്കനുസരിച്ച് നമുക്ക് IC ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇൻസേർട്ട് ചെയ്ത് വെച്ച ശേഷം അത് പിന്നെ എന്തൊക്കെ നമുക്കത് എന്തിനാന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അതിൽ പിന്നെ എന്താ പറയുക, ഒരു ഹീറ്റ് സിങ്ക് വെച്ചേക്കണം അല്ലേ, ഒരു പേസ്റ്റ് ഒക്കെ പിടിപ്പിച്ച് ഒരു ഹീറ്റ് സിങ്ക് വെച്ചിരിക്കുന്നു. അതിൻ്റെ മേളിൽ എന്ത് ചെയ്യണേ, ഒരു ഫാൻ വെച്ചിരിക്കുന്നു അപ്പം ഈ മൈക്രോ പ്രോസസ്സർ തന്നെ പ്രവർത്തിക്കുമോ? ഇല്ല. ആ മദർ ബോർഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞു, ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എത്രയോ IC-കൾ അല്ലേ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മൈക്രോ പ്രോസസ്സറിൻ്റെ. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു സിസ്റ്റം, നമ്മൾ എന്താ സിസ്റ്റം എന്ന് പറയുന്നു, കുറേ കാര്യങ്ങൾ ഒന്നിച്ചേർന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒന്നിനോട് കണക്ട് ചെയ്ത് ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ഒരു ചിപ്പ് മാത്രമാണ് ഏത്, മൈക്രോ പ്രോസസ്സർ. അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസ് സിസ്റ്റത്തിലെ ഒരു ചിപ്പ് മാത്രമാണ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എന്താ എഴുതാം, ഇറ്റ്സ് എ ചിപ്പ് ഓൺ എ
ഒരു സിസ്റ്റത്തില് ഒരു ചിപ്പ് മാത്രമാണ് മൈക്രോ പ്രോസസ്സർ ഫോർ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോസസ്സർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലേ. സാധാരണ ഒരു കൺട്രോളിങ് ആപ്ലിക്കേഷന് ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ മൾട്ടി പർപ്പസസ് ആയിട്ടുള്ള കൺട്രോള് ഒറ്റ സംവിധാനത്തിന് നമുക്ക് ആവശ്യം വരുന്നത്. എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ ഒരിക്കലും മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യില്ല. ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ മാത്രമാണ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു മൈക്രോ കൺട്രോളർ എങ്ങനെയാണ്? നമ്മൾ ആ നേരത്തെ പഠിച്ചു, ഈ ഒരു മൈക്രോ പ്രോസസ്സർ എത്ര കാര്യങ്ങൾ അതിനോട് ഇൻ്റർഗ്രേറ്റ് ചെയ്ത് വന്നാൽ മാത്രമാണ് ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണേ. അത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഇൻ്റർഗ്രേറ്റ് ചെയ്ത് ഒരൊറ്റ VLSI ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു സിലിക്കൺ ചിപ്പാണ് ഏത് മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസ്സറും സിലിക്കൺ ചിപ്പാണ്. ജർമ്മേനിയം നമ്മൾ സാധാരണ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ജർമ്മേനിയം ഉപയോഗിക്കുന്ന വേറെ ഉപകരണങ്ങളുണ്ട്. അപ്പോൾ സിലിക്കൺ ചിപ്പാണ് ഏത് മൈക്രോ കൺട്രോളർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സിസ്റ്റം ഒരു ചിപ്പിൻ്റെ ഉള്ളിലാണ്. സിസ്റ്റം ഓൺ എ ചിപ്പ്. സിസ്റ്റം ഓൺ എ ചിപ്പ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത, മൈക്രോ കൺട്രോളറിൻ്റെ പ്രത്യേകത. സിസ്റ്റം ഓൺ എ ചിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺട്രോളിങ് ആപ്ലിക്കേഷൻ, ഫോർ കൺട്രോളിങ് ആപ്ലിക്കേഷൻസ് especially in embedded system. Embedded system ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺട്രോളിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ആണ്. ഒരു സിസ്റ്റം ഇറ്റ്സെൽഫ് ഫോം ആസ് എ ചിപ്പ്, അതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സിമ്പിളായിട്ട് അത് മനസ്സിലായില്ലേ? ഇറ്റ്സ് എ ചിപ്പ് ഓൺ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ചിപ്പ് മാത്രമാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഇത് സിസ്റ്റം ഒരു ചിപ്പിൻ്റെ ഉള്ളിലേക്ക് മാറ്റി ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, അതിൽ റാമൊക്കെ എത്ര 8 GB റാമൊക്കെ നോർമലി ഇപ്പോൾ ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് 2 TB അല്ലേ, ടെറാബൈറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ അത്ര ഹൈ കപ്പാസിറ്റി ഉള്ള മെമ്മറികളൊക്കെയാണ് അല്ലെങ്കിൽ ഡിവൈസസ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം മൈക്രോ കൺട്രോളറിൽ റാം ഇച്ചിരി ഉള്ളൂ അല്ലേ. 512 KB റാം അല്ലെങ്കിലോ 8 KB റോം. ഇത് അതായത് മെമ്മറിക്ക് വേണ്ടി നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള റാം 8 KB റോം, 512 KB റാം, ഇത്ര വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് മതി ഒരു സ്പെഷ്യൽ പർപ്പസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് ഇത്രയും മെമ്മറി മതി. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താ? കോസ്റ്റ് കുറയും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം നമുക്ക് സംസാരിക്കാം. പിന്നെ എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? മൈക്രോ പ്രോസസ്സറിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിന് പ്രവർത്തിക്കുന്നതിന് ഒത്തിരി കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ സിസ്റ്റം വർക്കുള്ളൂ. അല്ലെങ്കിൽ ആ ചിപ്പ് എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ പവർ കൺസംഷൻ കൂടുതലായിരിക്കും. പവർ കൺസംഷൻ ഏതിന് കൂടുതലായിരിക്കും? അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ. അതായത് ഒരു പ്രോസസ്സർ, മൈക്രോ പ്രോസസ്സർ ഒരു മദർ ബോർഡിൽ വെക്കുമ്പോൾ വെറുതെ ഒരു മദർ ബോർഡിൽ പ്രോസസ്സർ വെക്കുകയാണോ? അല്ല. അതിൽ പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അതിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് പേസ്റ്റ് വെച്ചിട്ട് ഹീറ്റ് സിങ്ക് വെക്കുന്നു, ഹീറ്റ് സിങ്കിൻ്റെ മേളിൽ ഒരു ഫാൻ വെക്കുന്നു. ഇങ്ങനെ ഇത്രയും കൂളിംഗ് ഫെസിലിറ്റീസ് നമ്മൾ ഇതിന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും ഇത് വല്ലാതെ ചൂടാവും. എന്തുകൊണ്ട് ചൂടാവുന്നത്? പവർ കൺസംഷൻ കൂടുതലാവുമ്പോഴല്ലേ ചൂടാവുന്നത്. അപ്പോൾ പവർ കൺസംഷൻ കൂടുതലായിരിക്കും. അതേസമയം ഇതിൽ മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ചോ പവർ കൺസംഷൻ ലെസ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തി. ഒന്ന്, ചിപ്പ് ഓൺ എ സിസ്റ്റമാണ് മൈക്രോ പ്രോസസ്സർ. ഒരു സിസ്റ്റത്തിൽ ഒരു ചിപ്പ് മാത്രമാണ് മൈക്രോ പ്രോസസ്സർ. അതേസമയം മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഇറ്റ്സെൽഫ്
home as a chip. രണ്ടാമത്തെ കാര്യം എന്താ? പവർ കൺസംഷൻ മോർ ഇൻ മൈക്രോ പ്രോസസർ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഇൻ മൈക്രോ കൺട്രോളേഴ്സ്. മൂന്നാമത്തെ പോയിന്റ് അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ സ്പീഡിന്റെ കാര്യത്തിലേക്ക്. സ്പീഡ്, നോർമൽ സ്പീഡ്, ഒരു പ്രോസസ്സറിന്റെ സ്പീഡ് നോർമലി ഒരു മൈക്രോ കൺട്രോളറിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. സ്പീഡ് ഈസ് മോർ ഇൻ മൈക്രോ പ്രോസസ്സറിൽ സ്പീഡ് നോർമലി കൂടുതലായിരിക്കും. ഇതിന് സ്പീഡ് ലെസ് ആയിരിക്കും. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആക്സസിങ് സ്പീഡ്, ഡാറ്റ ആക്സസിങ് സ്പീഡ്, ബട്ട് ആക്സസിങ് സ്പീഡ് ഈസ് ലെസ്. ഡാറ്റ ആക്സസിങ് സ്പീഡ് എങ്ങനെയാ? ഒരു മൈക്രോ പ്രോസസ്സറിൽ ഡാറ്റ കിട്ടണേ എന്ത് ചെയ്യണം? ആദ്യം അത് ഒരു സെക്കൻഡറി ഡിവൈസിൽ നിന്ന് അത് റാമിൽ വരണം, റാമിൽ നിന്ന് ക്യാഷ് വഴി പ്രോസസ്സറിൽ വരണം, പ്രോസസ്സറിലെ രജിസ്റ്റേഴ്സിൽ വന്ന് അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ കയറി ഇറങ്ങി വേണം ഒരു ഡാറ്റ ഒരു മൈക്രോ പ്രോസസ്സറിൽ എത്താനായിട്ട്. അതേസമയം മൈക്രോ കൺട്രോളറിലോ ഇതെല്ലാം ഒരൊറ്റ ചിപ്പിലായിരിക്കുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവും സ്പീഡ് കൂടുതൽ ഇതിനായിരിക്കും, മൈക്രോ പ്രോസസ്സറിനായിരിക്കും. ഏത് ആക്സസിങ് സ്പീഡ് കൂടുതൽ മൈക്രോ പ്രോസസ്സറിനായിരിക്കും. പക്ഷേ ഈ സിസ്റ്റം സ്പീഡ്, മൊത്തത്തിൽ സ്പീഡ് കൂടുതൽ മൈക്രോ പ്രോസസ്സറിന് കൂട്ടിവെക്കണം, കൂടുതലായിരിക്കും. അത്രയും സ്പീഡ് ആവശ്യമില്ല മൈക്രോ കൺട്രോളർ. കാരണം എന്താ? ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്ന ആ ഒരു ബ്രെയിനാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നോർമലി സ്പീഡ് കൂടുതലായിരിക്കും. പക്ഷെ ആക്സസിങ് സ്പീഡ്, ഡാറ്റ ആക്സസിങ് സ്പീഡ് കുറവായിരിക്കും. ഡാറ്റ ആക്സസിങ് സ്പീഡ് അതേ സമയത്ത് ഒരൊറ്റ ചിപ്പ് ആണ് എന്നുള്ള കാരണത്താൽ ആക്സസിങ് സ്പീഡ് ലെസ് ആയിരിക്കും, മോർ ആയിരിക്കും ഈ മൈക്രോ കൺട്രോളറിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് ക്ലിയർ ആയെന്ന് മനസ്സിലായി? അല്ലെ കൺഫ്യൂഷൻ ആയോ? അത് ഒരു സിസ്റ്റം സ്പീഡ് കൂടുതലായിരിക്കും മൈക്രോ പ്രോസസ്സറിന്, സിസ്റ്റം സ്പീഡ് കുറവായിരിക്കും മൈക്രോ കൺട്രോളറിന്. പക്ഷെ ഡാറ്റ ആക്സസ് സ്പീഡ് കുറവായിരിക്കും മൈക്രോ പ്രോസസ്സറിന്. എന്തുകൊണ്ടാണ്? അത് പല പല കാര്യങ്ങൾ കൂടെ കടന്ന് വേണം ഒരു ഡാറ്റ അതിൻ്റെ CPU എത്താനായിട്ട്. അതേസമയം മൈക്രോ കൺട്രോളറിനോ ആക്സസ് സ്പീഡ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നോർമലി അറിയാം കോസ്റ്റ് ഏതിനാ കൂടുതൽ? ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം, സ്പീഡ് കൂടുതൽ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി മൾട്ടി ആക്സസിങ് അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷനിങ് ആയിരിക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതുകൊണ്ട് എന്തായിരിക്കും? നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ? നോർമലി ഒരു i3 പ്രോസസ്സറിൻ്റെ ഒക്കെ കോസ്റ്റ് ഏകദേശം ഒരു 5000, 6000, 9000, i5 ഒക്കെ 8000 രൂപ, അത്ര 8-9 രൂപയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? അതേസമയം ഒരു മൈക്രോ കൺട്രോളറിന് വെറും 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ കിട്ടും. കോസ്റ്റ് ഈസ്, അപ്പോൾ നമുക്ക് കോസ്റ്റ് മോർ ആയിരിക്കും. ഇത് കോസ്റ്റ് ലെസ് ആയിരിക്കും. അപ്പോൾ മൈക്രോ കൺട്രോളറിന്റെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുള്ള ഈ തോന്നുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു ഏത് മൈക്രോ എംബഡഡ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു അല്ലേ? എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് എംബഡഡ് സിസ്റ്റം നമ്മൾ പഠിച്ചു അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഓർക്കുന്നില്ലേ? സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം, പിന്നെ എന്താ നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം, റിയൽ ടൈം എംബഡഡ് സിസ്റ്റം, മൊബൈൽ എംബഡഡ് സിസ്റ്റം അല്ലേ? എന്താണ് സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ആ സിസ്റ്റം തന്നെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നു അല്ലേ? നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം ആണെങ്കിലോ അതൊരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് വർക്ക് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. റിയൽ ടൈം എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് അത് തന്നെ സോഫ്റ്റ് റിയൽ ടൈം ഉണ്ട്, ഹാർഡ് റിയൽ ടൈം ഉണ്ട് അല്ലേ? എന്താണ് സോഫ്റ്റ് റിയൽ ടൈം എന്ന് പറയുന്നത്? ആ റിയൽ ടൈമിൻ്റെ
ടൈം മാറ്റം വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഡീഗ്രഡേഷൻ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ടൈപ്പ് റിയൽ ടൈം സിസ്റ്റത്തിനെയാണ് സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഈ ടൈം മാറിക്കഴിഞ്ഞാൽ ടോട്ടൽ കൊളാപ്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് അല്ലെങ്കിൽ സിസ്റ്റം നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥയിലേക്ക് വരുന്ന ആ ടൈപ്പ് റിയൽ ടൈം സിസ്റ്റത്തിനെ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നു. പിന്നെയുള്ള മൊബൈൽ എംബഡഡ് സിസ്റ്റം. എന്താണ് മൊബൈൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ആ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാം, വേറെ അടുത്ത് കൊണ്ടുപോയി അവിടെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മൂവ്ഡ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റത്തിനെയാണ് നമുക്ക് മൊബൈൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എംബഡഡ് സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലായി വിചാരിക്കുന്നു. മൈക്രോ പ്രോസസ്സർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൈക്രോ കൺട്രോളർ എന്താണെന്ന് യൂസ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് മൈക്രോ കൺട്രോളർ പോപ്പുലർ പറഞ്ഞില്ലേ? പോസ്റ്റ് കണ്ടില്ലേ പോസ്റ്റിന്റെ കാര്യം? പക്ഷേ ഇവ മൈക്രോ പ്രോസസ്സർ തന്നെ 8,000 രൂപ കൊടുത്ത വർക്ക് ചെയ്യോ? ഇല്ല. അതിൻ്റെ കൂടെ വേറെ കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു മദർ ബോർഡ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു പെട്ടിക്കകത്താക്കി അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വേണം. ഇതിൽ നമുക്ക് വളരെ കുറച്ച് കാര്യം കൊണ്ട് കോമ്പാക്റ്റ് ആണ്. അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് മൈക്രോ കൺട്രോളറിന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ CPU ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ എന്തൊക്കെയാണ് അനലോഗ് സിഗ്നൽ ADC മാറ്റി CPU-ലേക്ക് ഡിജിറ്റലായിട്ട് കൊടുത്തു. പിന്നെ അതിനെ അനലോഗായിട്ട് മാറ്റി. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഫണ്ടിൻ്റെ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ സംസാരിച്ചല്ലോ. അതിന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം അല്ലേ? പക്ഷേ അതിനൊക്കെ നമുക്കൊരു ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചിപ്പിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും മൈക്രോ കൺട്രോളറിൽ. അതാണ് മൈക്രോ കൺട്രോളറിൻ്റെ പ്രത്യേകത അല്ലേ? പിന്നെ നമ്മൾ അതിന് താരതമ്യ പഠനം പഠിച്ചു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മൈക്രോ പ്രോസസ്സർ എന്താണ്, മൈക്രോ കൺട്രോളർ എന്താണ് എന്നുള്ളതും അത് തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മിലുള്ള ഗുണങ്ങളും ദോഷവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.